നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബികോം ഓപ്പൺ കോഴ്സ് ആയ ഫണ്ടമെന്റൽസ് ഓഫ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ മൊഡ്യൂൾ 1-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് ആണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രഹസ്യ ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ്. നോക്കാം. ടൈപ്സ് ഓഫ് ബാങ്ക്സ്. എന്തൊക്കെ ടൈപ്സ് ആണ് ബാങ്കുകൾ? ഇവിടെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസ്, അതായത് ബാങ്ക് ചെയ്യുന്ന ഫങ്ഷൻസിന്റെ ബേസിസിൽ. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് കമേഴ്സ്യൽ ബാങ്ക്, നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, അഗ്രികൾച്ചറൽ ബാങ്ക്സ്, എക്സ്ചേഞ്ച് ബാങ്ക്, സേവിങ്സ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, വേൾഡ് ബാങ്ക്, എക്സിം ബാങ്ക്. അങ്ങനെ അതിന്റെ ഫങ്ഷൻസിന്റെ ബേസിസിൽ ഇത്രയും ടൈപ്സ് ഓഫ് ബാങ്ക്സ് നിലവിലുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ആണ്. അവിടെ പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, അങ്ങനെ കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡൊമിസൈൽ, ഡൊമസ്റ്റിക് ബാങ്ക്സും ഫോറിൻ ബാങ്ക്സും. അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ, ഷെഡ്യൂൾഡ് ബാങ്ക്സ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, ലൈസൻസ്ഡ് ബാങ്ക്സ് ആൻഡ് നോൺ ലൈസൻസ്ഡ് ബാങ്ക്. അപ്പൊ ഇത്രയും ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ് ഇന്ത്യയിൽ നമുക്ക് ഉള്ളത്. ഇപ്പോൾ നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ള ടോപ്പിക്സിൽ വരുന്നത്. നോക്കാമോ? ആദ്യം പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസ് ആണ്. ബാങ്ക് ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മൾ പറഞ്ഞു കമേഴ്സ്യൽ ബാങ്ക്സ് ആണ് ഓൺ ദ ബേസ് ഓഫ് ഫങ്ഷൻസിൽ നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് കമേഴ്സ്യൽ ബാങ്ക്സ്? Commercial banks are those banks which carry on commercial banking operations such as acceptance of deposits from the public, repayable on demand or after a short period, and grant short-term credit mainly to trade, commerce and industry with a wide network of branches spread throughout the country. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ബാങ്കുകൾ കമേഴ്സ്യൽ ബാങ്ക്സ് ആണ്, അതായത് വിച്ച് ക്യാരി ഓൺ കമേഴ്സ്യൽ ബാങ്കിങ് ഓപ്പറേഷൻസ്. അപ്പൊ ആ ബാങ്കുകൾ എന്ന് വെച്ചാൽ കമേഴ്സ്യൽ ബാങ്കിങ് ഓപ്പറേഷൻസ് ആണ് നടത്തുക. അതായത് കമേഴ്സ്യൽ ബാങ്കിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക്. അതായത് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. എങ്ങനത്തെ ഡെപ്പോസിറ്റ് ആണ്? റിപ്പേബിൾ ഓൺ ഡിമാൻഡ് ഓർ ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ്. ഒന്നുകിൽ അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഫിക്സഡ് പീരീഡ് കഴിയുമ്പോൾ. അതുപോലെ തന്നെ ഗ്രാൻഡ് ഷോർട്ട് ടേം ക്രെഡിറ്റ്, അതായത് ട്രേഡിനും കൊമേഴ്സിനും ഇൻഡസ്ട്രി, അതായത് വ്യവസായങ്ങൾക്കും വാണിജ്യത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള, കച്ചവടങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളാണ് കമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. അതാണ് കമേഴ്സ്യൽ ബാങ്കിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക, അത് തിരിച്ചും കൊടുക്കും, റിപ്പേബിൾ ഓൺ ഡിമാൻഡ് ഓർ ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ്. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്രെഡിറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെയാണ് കമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്കാണ് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിത്ത് എ വൈഡ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദി കൺട്രി, അതായത് അവർക്ക് വൈഡ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും കമേഴ്സ്യൽ ബാങ്ക്സ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ബാങ്ക്, കമേഴ്സ്യൽ ബാങ്ക് ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻസിൽ. നെക്സ്റ്റ് ടൈപ്പ് ആണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. അപ്പൊ കമേഴ്സ്യൽ ബാങ്ക്സും ഇൻഡസ്ട്രിയൽ ബാങ്ക്സും ഡിഫറൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻഡസ്ട്രിയൽ ബാങ്ക് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ടു പ്രൊവൈഡ് ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. ഇവിടെ പറയുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്, അതായത് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ലോൺസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആർ ടു ടൈപ്സ്, ലോങ് ടേം റിക്വയർമെന്റ്സ് ആൻഡ് ഷോർട്ട് ടേം റിക്വയർമെന്റ്സ്. അപ്പൊ നമുക്കറിയാം ഇൻഡസ്ട്രീസിന് രണ്ട് ടൈപ്സ് ഓഫ് ലോൺസ് വേണം, ഷോർട്ട് ടേമും ലോങ് ടേം. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സിന് വേണ്ടിയിട്ടോ, അതുപോലെ തന്നെ ലോങ് ടേം റിക്വയർമെന്റ്സും അവർക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ്, സിൻസ് കമേഴ്സ്യൽ ബാങ്ക് സാറ്റിസ്ഫൈസ് ഓൺലി ദ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് ഓഫ് ഇൻഡസ്ട്രീസ്, there comes the need for specialized institutions that satisfy the long-term credit requirements of industries. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി കമേഴ്സ്യൽ ബാങ്ക്സ് ഷോർട്ട് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷോർട്ട് ടേം ക്രെഡിറ്റ് നമുക്ക് മീറ്റ് ചെയ്യാം, അവിടെ കമേഴ്സ്യൽ ബാങ്ക്സ് ഉണ്ട്. പക്ഷെ വ്യവസായങ്ങൾക്ക് ലോങ് ടേം ഫണ്ടിന്റെയും ആവശ്യമുണ്ട്. അപ്പൊ ഈ ലോങ് ടേം ഫണ്ടിനെ അവർ സമീപിക്കാവുന്ന സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് IDBI ഉണ്ട്, ICICI SFC, അങ്ങനെ പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പൊ ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന
ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് ആണ് അഗ്രികൾച്ചറൽ ബാങ്ക്സ്. പേരിൽ തന്നെയുണ്ട്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിക്കാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കാം, അഗ്രികൾച്ചറൽ ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് ആർ ഇന്റൻഡ് ടു പ്രൊവൈഡ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്. ഇപ്പൊ നമുക്കറിയാം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സിനാണ്. അപ്പൊ ഫാമേഴ്സിന് സമീപിക്കാവുന്ന ബാങ്കുകളാണ് അഗ്രികൾച്ചറൽ ബാങ്ക്സ്. അഗ്രികൾച്ചറൽ ഫാമേഴ്സ് റിക്വയർ ബോത്ത് ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം ക്രെഡിറ്റ്. ഇപ്പൊ ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ ഷോർട്ട് ടേം ഫണ്ടും വേണം, ലോങ് ടേം ഫണ്ടും വേണം. ഷോർട്ട് ടേം ക്രെഡിറ്റ് ഈസ് നീഡഡ് ടു ബൈ സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് അതർ അഗ്രികൾച്ചറൽ ഇൻപുട്സ്. ഇപ്പൊ ഷോർട്ട് ടേം ഫണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് സീഡ്, വിത്ത് വാങ്ങാനും വളം വാങ്ങാനും അതുപോലെ തന്നെ മറ്റു കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഇൻപുട്സ് ഒക്കെ വാങ്ങാനും അവർക്ക് ഷോർട്ട് ടേം ലോൺസിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ലോങ് ടേം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നീഡഡ് ടു മേക്ക് പെർമനന്റ് ഇംപ്രൂവ്മെന്റ്സ് ഓൺ ലാൻഡ്, ടു പർച്ചേസ് agricultural implements like pump sets, tractors, trillers, etc. ലോങ് ടേം ഫണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് പെർമനന്റ് ആയിട്ട് ലാൻഡിന് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ്, അതായത് വലിയൊരു എന്തെങ്കിലും പണിയാനോ അതുപോലെ തന്നെ ലാൻഡ് വാങ്ങാനോ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്സ്, അതായത് വില കൂടിയ പമ്പ് സെറ്റ്, ട്രാക്ടേഴ്സ്, ട്രില്ലേഴ്സ്, അങ്ങനെ കാർഷിക ആവശ്യങ്ങൾക്കായിട്ടുള്ള അസറ്റുകളൊക്കെ വാങ്ങാനാണ് അവർക്ക് ലോങ് ടേം ക്യാപിറ്റലിന്റെ ആവശ്യം. In India, agricultural credit is provided by cooperative institutions. അപ്പൊ ഇന്ത്യയിൽ നിലവിലുള്ള കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻസ് ഇപ്പൊ 3 ടൈപ്പ് പറഞ്ഞു. കമേഴ്സ്യൽ ബാങ്ക്സ് പറഞ്ഞു, അതായത് ഷോർട്ട് ടേം ലോൺസ് ട്രേഡിനും ഇൻഡസ്ട്രിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാം. ബേസിക് കമേഴ്സ്യൽ ആക്ടിവിറ്റി, ബേസിക് കമേഴ്സ്യൽ ബാങ്കിങ് ഫംഗ്ഷൻ ഒക്കെ ചെയ്യാം. അതിനെയാണ് കമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ക്രെഡിറ്റ് ടു ഇൻഡസ്ട്രീസ്, അതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ഇന്ത്യയിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് IDBI, ICICI ഒക്കെ പറയാവുന്നതാണ്. അഗ്രികൾച്ചറൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്, ഫാമേഴ്സിനായിട്ടുള്ള അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്, അതായത് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് ആണ് ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻസ് എക്സ്ചേഞ്ച് ബാങ്ക്സ്. നോക്കാം, എക്സ്ചേഞ്ച് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് ദാറ്റ് ഡീൽ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് സ്പെഷ്യലൈസ് ഇൻ ഫിനാൻസിങ് ഫോറിൻ ട്രേഡ്. അപ്പൊ ഇവര് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഫോറിൻ ട്രേഡിലാണ്, അതായത് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനുള്ള ബാങ്ക്സ് ആണ് എക്സ്ചേഞ്ച് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ. The main function of exchange banks is to facilitate conversion of one currency into another. ഇപ്പൊ വിദേശത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ഫോറിൻ കറൻസിയുടെ ആവശ്യം വരും. അപ്പൊ നമുക്ക് കറൻസി കൺവേർഷന് സമീപിക്കാവുന്ന ബാങ്കുകളാണ് എക്സ്ചേഞ്ച് ബാങ്ക്സ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ബാങ്ക് ആണ് സേവിങ്സ് ബാങ്ക്സ്. പേരിൽ തന്നെയുണ്ട്, സേവിങ്സ് ഹാബിറ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള ബാങ്കുകളാണ്. Savings banks are those banks which promote savings habits among the public and mobilize the scattered savings of the society into a common reservoir. These banks invest the savings or mobilize for productive purposes. അപ്പൊ നമുക്കറിയാം സേവിങ്സ്, അതായത് പബ്ലിക്കിന്റെ സേവിങ്സ് ഹാബിറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അതാണ് സേവിങ്സ് ബാങ്കിന്റെ ഫംഗ്ഷൻ. അതായത് അവര് ആ സേവിങ്സ്, അതായത് അൺപ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുന്ന സേവിങ്സിനെ എന്താക്കുക, പ്രൊഡക്റ്റീവ് പർപ്പസിന് ഉപയോഗിക്കുക. In India, post office, savings banks, UTI, etc. some examples of savings. അപ്പൊ ഇന്ത്യയിലെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്സും അതുപോലത്തെ UTIനൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് ആണ് സെൻട്രൽ ബാങ്ക്സ്. ഇപ്പൊ നമ്മൾ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് സെൻട്രൽ ബാങ്ക്. നമുക്കറിയാം സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ എന്താണ് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ? It is a topmost banking institution which controls, regulates, and supervises the monetary and credit system of a country. അതായത് ഒരു നേഷന്റെ, ഒരു കൺട്രിയുടെ മോണിറ്ററി അല്ലെങ്കിൽ ക്രെഡിറ്റ് സിസ്റ്റത്തിനൊക്കെ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, അങ്ങനെല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു ബാങ്കിങ് അപ്പർ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. Central Bank of a country has the power to control all the banking institutions in the country and is usually the basic source of the nation's bank credit. അപ്പൊ ബാങ്കിനെ, മൊത്തം ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, ഇപ്പൊ ഒരു രാജ്യത്തെ മൊത്തം ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ
കൺട്രോൾ ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? ഈ സെൻട്രൽ ബാങ്ക്സിനുണ്ട്. അതുപോലത്തെ ഒരു നാഷൻസിന്റെ ബാങ്ക് ക്രെഡിറ്റിന് അതായത് യൂഷ്വലി ബേസിസ് സോഴ്സ് ഓഫ് ദ നാഷൻസ് ബാങ്ക് ക്രെഡിറ്റ് അതും സെൻട്രൽ ബാങ്ക് ആണ്. ഇറ്റ് ഈസ് എ മൊണോപ്പൊളി ഓഫ് ഇഷ്യൂയിങ് നോട്ട്സ്. പിന്നെ നമുക്കറിയാം നോട്ട് ഇഷ്യൂവിന്റെ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്കിനാണ് ഉള്ളത്. ഓൾ കറൻസി നോട്ട്സ് ബിയോണ്ട് ദ ഡിനോമിനേഷൻ ഓഫ് 1 rupee ഈസ് ഇഷ്യൂഡ് ബൈ ദി RBI. അപ്പൊ എല്ലാ കറൻസി നോട്ട്സ്, അതായത് 1 rupee ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് ആണ് വേൾഡ് ബാങ്ക്. അപ്പൊ അതിന്റെ വേറൊരു പേര് എന്ന് പറഞ്ഞാൽ IBRD ആണ്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇറ്റ് ഈസ് എ ബാങ്ക് എസ്റ്റാബ്ലിഷ്. അപ്പൊ വേൾഡ് ബാങ്ക് എന്തിനാ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് നമ്മളോട് പറയുന്നത്. To provide long-term loans for restructuring the economies damaged by Second World War. അതായത് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ആണ് നമ്മുടെ വേൾഡ് ബാങ്ക് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് വേൾഡ് വാറില് ഡാമേജ്ഡ് ആയിട്ടുള്ള എക്കോണമീസിനെ റീകൺസ്ട്രക്ട് ചെയ്യുക. അതായത് ഒരുപാട് രാജ്യങ്ങള് സെക്കൻഡ് വേൾഡ് വാറിന്റെ റിസൾട്ട് ആയിട്ട് തകർന്നു പോയി, അവരുടെ എക്കോണമി തകർന്നു പോയിട്ടുണ്ട്. അവർ റിസ്ട്രക്ചർ ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് ദ അണ്ടർ ഡെവലപ്ഡ് എക്കോണമീസ്. അണ്ടർ ഡെവലപ്ഡ് എക്കോണമീസ് ആയിട്ടുള്ള നാഷൻസിനെ ഡെവലപ്പ് ചെയ്യുക. ഇതാണ് വേൾഡ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. The member countries of the World Bank get financial assistance from the World Bank. അതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെ മെമ്പർ കൺട്രീസിനൊക്കെ വേൾഡ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും, അതായത് ലോൺസ് ഒക്കെ കിട്ടുന്നതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ടൈപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസ്, ലാസ്റ്റ് ടൈപ്പ് നമുക്ക് പറയാനുള്ളത് എക്സിം ബാങ്ക് ആണ്, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. പേരിൽ തന്നെയുണ്ട് അവരുടെ ജോലി എക്സ്പോർട്ടും ഇമ്പോർട്ടും, അതിന്റെ പ്രൊമോഷനാണ് എക്സിം ബാങ്ക്. നോക്കാം. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് വാസ് സെറ്റ് അപ്പ് ഓൺ January 1st, 1982 as a apex banking institution in the field of financing foreign trade of India. ഇന്ത്യയിലെ ഫോറിൻ ട്രേഡിന് അതിന് നിയന്ത്രിക്കുന്ന അപ്പെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് തലപ്പത്ത് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് എക്സിം ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. It functions as a principal financing institution for coordinating the working of other institutions engaged in financing of exports and import of goods and services. അപ്പോൾ കോർഡിനേറ്റ് ചെയ്യാം മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനൊക്കെ ഫിനാൻസ് ചെയ്യണ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കോർഡിനേറ്റ് ചെയ്യുക. അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെയാണ് എക്സിം ബാങ്കിനുള്ളത്. The major bank function of Exim Bank is to provide financial assistance to exporters and importers. അതുപോലെ തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ മാത്രമല്ല, എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസ്. 8 ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. കമേഴ്സ്യൽ ബാങ്ക്സ് തുടങ്ങി ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, അഗ്രികൾച്ചറൽ ബാങ്ക്സ്, എക്സ്ചേഞ്ച് ബാങ്ക്സ്, സേവിങ്സ് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്സ്, വേൾഡ് ബാങ്ക് ആൻഡ് എക്സിം ബാങ്ക്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസ് ഇത്രയും ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഡൊമിസിൽ ആണ്, അതായത് സ്ഥലം എവിടെയാണ് ബാങ്ക് നിലനിൽക്കുന്നത്. അവിടെ 2 ക്ലാസിഫിക്കേഷനേ ഉള്ളൂ, അതായത് ഒന്നാമത്തത് ഡൊമസ്റ്റിക് ബാങ്ക്സും രണ്ടാമത്തത് ഫോറിൻ ബാങ്ക്സ്. പേരിൽ തന്നെ അവിടെ ഉണ്ട്. ഡൊമസ്റ്റിക് ബാങ്ക്സ് എന്ന് പറഞ്ഞാല് ദാറ്റ് ആർ രജിസ്റ്റേർഡ് വിത്തിൻ ദ കൺട്രി, നമ്മുടെ രാജ്യത്ത് തന്നെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്ക് എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ബാങ്ക്സ് ആണ് പറയാം. അപ്പൊ as far as India is concerned, any bank registered in India as a banking company is a domestic bank. ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലാണ് ഒരു ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഡൊമസ്റ്റിക് ബാങ്ക്സ് എന്ന് പറയും. നേരെ ഓപ്പോസിറ്റ് ആണ് ഫോറിൻ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ. Foreign banks are those banks that are registered in a foreign country and have their head office in foreign country. അതായത് ഫോറിൻ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആയിരിക്കില്ല രജിസ്ട്രേഷൻ, ഫോറിൻ കൺട്രിയിലായിരിക്കും രജിസ്റ്റേർഡ് ആയിരിക്കുക. അതുപോലെ തന്നെ ഫോറിൻ കൺട്രിയിൽ തന്നെയായിരിക്കും ഹെഡ് ഓഫീസ് ഉള്ളത്. ഇനി നമ്മളൊരു ബാങ്കിനെ ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത് എപ്പോഴാണ്? അവർ ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യയിലോട്ട് കടന്നു വരുമ്പോഴാണ്, അതായത് ഇന്ത്യയിൽ ഒരു ബ്രാഞ്ച് സെറ്റപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ അവരെ ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സിറ്റി ബാങ്ക് പറയാവുന്നതാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഡൊമിസിൽ, ഡൊമസ്റ്റിക് ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ്. നെക്സ്റ്റ് ടൈപ്പ് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ. അവിടെ 4 എണ്ണം ഉണ്ട്. ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, അതുപോലെ തന്നെ ലൈസൻസ്ഡ് ആൻഡ് നോൺ ലൈസൻസ്ഡ് ബാങ്ക്സ്. അപ്പൊ നോക്കാം ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്താണെന്നാണ് പറയുന്നത്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് ഹൂസ് നെയിം അപ്പിയേഴ്സ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദി RBI ആക്ട്. അതായത് RBI ആക്ട് 1934
RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളില് പേരുള്ള ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂൾ ഉൾപ്പെടണമെങ്കിൽ ഒരു ബാങ്ക് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ 3 പോയിന്റ് ആണ് കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ഹാവ് ആൻ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് നോട്ട് ലെസ് ദാൻ ₹5 lakhs. അതായത് ഒരു ബാങ്കിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും റിസർവ്സിന്റെയും മൊത്തം വാല്യൂ എന്ന് പറഞ്ഞാല് നോട്ട് ലെസ് ദാൻ 5 lakhs. 5 lakhsനേക്കാളും കുറയാൻ പാടില്ല. അതായത് 5 ലക്ഷത്തിൽ കൂടുതൽ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ഒരു ബാങ്കിന് ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് it must satisfy the RBI that its affairs are not being conducted in a manner detrimental to the interest of the depositors. ഡെപ്പോസിറ്റേഴ്സിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. അത് RBIനെ ബോധ്യപ്പെടുത്തണം. അപ്പൊ അപ്പോഴാണ് രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഡെപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിന് ഡിട്രിമെന്റൽ ആകാൻ പാടില്ല. മൂന്നാമത് പറയണത് ഇറ്റ് മസ്റ്റ് ബി കോർപ്പറേഷൻ or a corporate body and not partnership or sole proprietorship concern. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ അതായത് കോർപ്പറേറ്റ് ബോഡി ആയിരിക്കണം. അതായത് പാർട്ണർഷിപ്പോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ ആയാൽ പറ്റില്ല. അപ്പൊ കോർപ്പറേറ്റ് ബോഡി ആയാൽ തന്നെ എന്ത് ചെയ്യാനുള്ളൂ, സെക്കൻഡ് ഷെഡ്യൂൾ ഉൾപ്പെടുത്തുള്ളൂ. അപ്പൊ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഉൾപ്പെടുക. അപ്പോഴാണ് ഒരു ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയാ. ഫസ്റ്റ് പോയിന്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിസർവ്സിന്റെ അഗ്രിഗേറ്റ് വാല്യൂ നോട്ട് ലെസ് ദാൻ 5 lakhs ആണ്. പിന്നെ അതിന്റെ പ്രവർത്തനങ്ങള് അഫയേഴ്സ് ഡിട്രിമെന്റൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ആകാൻ പാടില്ല. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ബോഡി ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയും. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ്, ഈ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഷെഡ്യൂൾ ഉൾപ്പെടില്ല. അപ്പൊ അങ്ങനെ ഉൾപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മള് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നാണ് പറയാം. ഇത് പറയുന്നത് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് ഹൂസ് നെയിം ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി സെക്കൻഡ് ഷെഡ്യൂൾ ടു ദ RBI ആക്ട്. RBI ആക്ടില് സെക്കൻഡ് ഷെഡ്യൂൾ ഉൾപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. 2 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, ഡിഫറൻസ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഇനി അതിൽ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് കഴിഞ്ഞാൽ അടുത്തത് ലൈസൻസ്ഡ് ആൻഡ് നോൺ ലൈസൻസ്ഡ് ബാങ്ക്സ് ആണ്. പേരിൽ തന്നെയുണ്ട് ആൻസർ. ലൈസൻസ്ഡ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് which have been given a license from the RBI for carrying on banking business in India. ഇന്ത്യയിലെ RBIയുടെ കയ്യിൽ നിന്ന് ബാങ്കിങ് ബിസിനസ് നടത്താൻ ലൈസൻസ് നേടിയിട്ടുള്ള ബാങ്കുകളെയാണ് ലൈസൻസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. Under the Banking Regulation Act 1949, every banking company must obtain license from the RBI for doing banking business in India. ഇവിടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം പറയുന്നുണ്ട് എല്ലാ ബാങ്കുകളും RBIയുടെ കയ്യിൽ നിന്ന് ലൈസൻസ് വാങ്ങിയിട്ടുണ്ടായിരിക്കണം ബാങ്കിങ് ബിസിനസ് നടത്തണമെങ്കിൽ. അപ്പോഴാണ് അവരെ ലൈസൻസ്ഡ് ബാങ്ക്സ് എന്ന് പറയാം. നോൺ ലൈസൻസ്ഡ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് ഡു നോട്ട് ഹാവ് എ ലൈസൻസ് ഫ്രം ദി RBI. അപ്പൊ നോൺ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കി RBIയുടെ കയ്യിൽ നിന്ന് ലൈസൻസ് നേടാത്ത ബാങ്കുകളെയാണ് നോൺ ലൈസൻസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ RBI ആക്ട് ആണ് നമ്മളിവിടെ റെഫർ ചെയ്തത്. അതുപോലെ തന്നെ ലൈസൻസ്ഡ് ആൻഡ് നോൺ ലൈസൻസ്ഡ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലാണ് പറഞ്ഞിട്ടുള്ള RBIയുടെ ലൈസൻസ് മേടിക്കണം. അപ്പൊ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ്. അപ്പൊ നമ്മളിവിടെ എല്ലാ ക്ലാസിഫിക്കേഷനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസിൽ കമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ, അഗ്രികൾച്ചറൽ, എക്സ്ചേഞ്ച്, സേവിങ്സ്, സെൻട്രൽ, വേൾഡ്, എക്സിം ബാങ്ക്, അങ്ങനെ കുറച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്, ഡൊമിസിലിന്റെ ബേസിസിൽ ഡൊമസ്റ്റിക് ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്. അതുപോലെ തന്നെ ഓൺ ദി ബേസിസ് രജിസ്ട്രേഷനും പറഞ്ഞു, ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ്, ലൈസൻസ്ഡ് ആൻഡ് നോൺ ലൈസൻസ്ഡ് ബാങ്ക്. ഇനി അതിന്റെ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. അതിന്റെ പേര് പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, കോപ്പറേറ്റീവ്. പേരിൽ തന്നെയുണ്ട്. അതായത് ഓണർഷിപ്പ് പബ്ലിക് സെക്ടർ ആണ് ഓണർഷിപ്പ് ബാങ്കിന് ഓൺ ചെയ്യുന്നത് പബ്ലിക് സെക്ടർ. അതായത് ഗവൺമെന്റ് ഓണർഷിപ്പ് വരുമ്പോഴാണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് പ്രൈവറ്റ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറഞ്ഞാല് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ക്യാരി ചെയ്യുന്നത്.